ഹായ് ഫ്രണ്ട്സ്, 2025 ഫസ്റ്റ് ഡേ എന്താണെന്ന് ഒരു പിടുത്തമില്ലാണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് വെയിൽ വന്നത്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് മുറ്റത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് നേരം പച്ചക്കറിയൊക്കെ നോക്കിയിരുന്നു. ഫോണിലാണെങ്കിൽ നെറ്റുമില്ലായിരുന്നു ഗൈസ്, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. തലേന്ന് രാത്രി നല്ല തണുപ്പും ആവശ്യത്തിന് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ മഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് ഈ കാറ്റിൻ്റെയാണ്. രാവിലെ വെയിൽ അറച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കാറ്റങ്ങ് അടിച്ച് കയറും. പിന്നെ ഈ വെയിലത്ത് കാറ്റും കൊണ്ടിരിക്കാൻ നല്ല വൈബാണ്. അങ്ങനെ വൈബ് പിടിച്ചിരിക്കുമ്പോഴാണ് ഒന്നും കൂടി വൈബൊക്കെ നമ്മളെ സൂര്യ ടി വിയിൽ തല്ലുമാല ഉണ്ടായിരുന്നു. അങ്ങനെ തല്ലുമാലയൊക്കെ കണ്ടിരുന്നു ഗൈസ്. വൈകുന്നേരം ഇപ്പോൾ മഴൽമനൊരു മല്ലൂസിങ് ഉണ്ടായിരുന്നു. അതും കുറച്ച് കണ്ട് നമ്മൾ മെല്ലെ ജിമ്മിൽ പോകാൻ സെറ്റായി. എന്നിട്ട് മെല്ലെ നടന്ന് മാനന്തവാടി എത്തി ഗൈസ്. ഇതുണ്ട് ഗൈസ്, ചെറിയൊരു കാണാൻ നല്ല രസമുള്ള ഒരു ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടറാണ്. പിന്നെ ഇതിനെപ്പറ്റിയായിരുന്നു ചർച്ച. ഇതായി ഇവനാണ് ഇതിൻ്റെ ഓണർ. അങ്ങനെ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ജിമ്മിൽ കയറി. ഇന്ന് ചെസ്റ്റിനാണ് കളിക്കുന്നത്. അപ്പോൾ സ്ട്രെച്ചൊക്കെ ചെയ്ത് വാമായി സെറ്റായിട്ട് നമ്മൾ ഡിപ്സിലാണ് സ്റ്റാർട്ട് ചെയ്ത്. ഡിപ്സ് അടിച്ചതിന് ശേഷം നമ്മൾ പുഷപ്പ് അടിച്ചിരിക്കുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല ഗൈസ്. പിന്നെ ഡംബിൾ പ്രസ്സാണ് ചെയ്തത്, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലൈൻ ഡംബിൾ പ്രസ്സാണ് ചെയ്തത്, ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ബാക്കി എന്താ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ പുതിയൊരു വർഷമാണ്, പുതിയൊരു മാസമാണ്, കുറച്ച് തിരക്കുണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. അങ്ങനെ ഇംഗ്ലൈൻ ഡംബിൾ പ്രസ്സിന് ശേഷം നമ്മൾ ഡിക്ലൈന് പുൾ ഓവറാണ് ചെയ്തത്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ പോകും, പക്ഷേ ഇത് കളിക്കുമ്പോൾ ഒരു സുഖമില്ലായിരുന്നു ഗൈസ്. അതിനെക്കൊണ്ട് വെയിറ്റ് കുറച്ചിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒരു സൈഡിൽ പോയി റെസ്റ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്തു ഗൈസ്. പെക്ടാക് ഫ്ലൈ ആണ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വർക്കൗട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ചെസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, വർക്കൗട്ടിൻ്റെ പേരും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈസിനാണ് കളിച്ചത്. ട്രൈസിൻ്റെയും അധികം വീഡിയോ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് വർക്കൗട്ടാണ്. ഫ്രണ്ട്സ്, എന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പുതിയ വർഷമാണ്. അപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പോവുക, അടിച്ച് പൊളിക്കുക ഗൈസ്. ഞാൻ വരുമ്പോൾ ഒറ്റയ്ക്കിന് വന്ന്, പിന്നെ കുറേ കമ്പനിക്കാരൊക്കെ ആയി ഗൈസ്. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കാം. ഫുള്ള് വൈബാണ് ഗൈസ്, ഒന്ന് സെറ്റായാൽ മതി. അങ്ങനെ നമ്മൾ വർക്കൗട്ടൊക്കെ ഫിനിഷാക്കി സ്ട്രെച്ചൊക്കെ ചെയ്ത് മെല്ലെ പുറത്തിറങ്ങി ഗൈസ്. പിന്നെ കുറച്ച് നേരം മിററിലൊക്കെ നോക്കി ഇന്ന് ഈ ചന്ദനം കണ്ടോ ഗൈസ്, കഴിഞ്ഞ പൂജക്ക് തൊട്ടതാണ്. നമ്മളെ ചെസ്റ്റ് ഇത് അത്യാവശ്യം പമ്പൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും സെറ്റാക്കണം ഗൈസ്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ആപ്സ് മര്യാദക്ക് കാണണം എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ മാക്സിമം അതിന് നമ്മളെന്താക്കും പ്രയത്നിക്കും. അപ്പോൾ എന്തായാലും സെറ്റാക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല ജിമ്മിൽ നിന്ന് ഇറങ്ങി ഗൈസ്. പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളിതാ ജിമ്മൊക്കെ കഴിഞ്ഞ് നമ്മളെ ചങ്ങാനെ കിട്ടിയിട്ടുണ്ട്. ഇവനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട്. ചോദിക്കടാ, അത് എഴുന്നാ ചോദിച്ചെന്നും കൂടി പറ. അത് ഇവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ട്. എന്തിൻ്റെ വിവരിച്ച് പറഞ്ഞു കൊടുക്കടാ. ഇവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ട്. എടാ അതെന്തിനാ ഗാനമേള വെറുതെ വെക്കുവോ? ഒരു ഇതില്ലടോ, ഐ ടീമിന്റെ അത് പറഞ്ഞു കൊടുക്ക്. എന്തിനും എടാ ഐ ടീമിന്റെ ഐ ടീമിന്റെ ഒരു ഗാനമേള ആനിവേഴ്സറി അനുബന്ധിച്ചൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ ഗാനമേളുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിന് ആൻസർ പറഞ്ഞാല് 1 പവൻ സ്വർണ്ണാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നീ. ക്വസ്റ്റ്യൻ കാക്ക മുട്ട ഇട്ട് താഴെ വീണ്, പക്ഷെ പൊട്ടിയില്ല. കാരണം എന്ത്? 2 അക്ഷരത്തില് 2 അക്ഷരം എന്ന് പറയുമ്പോ രണ്ടില്ലേ? ഓക്കെ 2 അക്ഷരം. അതിന് ഉത്തരം അറിയുന്നവര് കമന്റ് ചെയ്യാം. ഓക്കെ, അല്ല എനിക്കറിയോ? എനിക്കറിയാം. അതിന് ശരി ഉത്തരം നമ്മള് പിൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഒക്കെ എത്ര ആൾക്കാർ കാണുന്ന അറിയില്ലടാ. നീ കമന്റ് ഇട് കേട്ടോ, ഞാൻ പിൻ ചെയ്യാം. വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, ആൻസർ ഇവനും അറിയില്ല കേട്ടോ. അപ്പൊ അറിയുന്നവര് കമന്റ് ചെയ്യുക. അതന്നെ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ വരുമ്പോൾ കണ്ടിക്കനു നല്ല നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ നമുക്ക് എന്തായാലും പോകുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ്, ഐ ടീമിൻ്റെ പരിപാടിയാണ്. ഗൈസ്, അടുത്തായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് യമഹ RX-100ന്റെ സൗണ്ടാണ്. മിമിക്രിയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചേരം കൂടി നോക്കാം ഗൈസ്. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് ബാങ്കാണ് ഗൈസ്, കാനറ ബാങ്ക്. ഫ്രണ്ട്സ്, എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ഈ വീഡിയോ എടുത്ത് ഞാൻ നോക്കുമ്പോൾ ഈ വണ്ടീൻ്റെ സൗണ്ടായിട്ട് മിമിക്രി ചെയ്തൊരു സൗണ്ട് മര്യാദക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് ചാർലി ജോസ് എന്നാണ്. ഇദ്ദേഹം കോമഡി സ്റ്റാറിലും പിന്നെ സുരാജ് വെഞ്ഞാറിൻ്റെ കൂടെയൊക്കെ മിമിക്രി ചെയ്തിട്ടുണ്ട്. ഒരു അധ്യാപനം കൂടിയാണ് ഗൈസ്. DJൻ്റെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതൊക്കെ. പക്ഷെ കാണാൻ അധികം ആൾക്കാരില്ലായിരുന്നു. ഞാൻ ഈ മിമിക്രി കഴിഞ്ഞാൽ തന്നെ മെല്ലെ വീട്ടിലോട്ട് നടന്നു. നമുക്ക് ഈ ടൗണിൽ നിന്ന് വീട്ടിലോട്ട് 2.5 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ മെല്ലെ നടന്ന് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.